ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതി അവരുടെ വലിയൊരു സ്വപ്നം ഉണ്ടല്ലോ, അതേക്കുറിച്ച് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസാരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഒരു റൂം സെപ്പറേറ്റ് കെട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും രാവും പകലും ഇല്ലാതെ 2 നേരം ഓട്ടോ ഓടിയാൽ മാത്രമാണ് ഇത് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാവും പകലും ഇല്ലാതെ അങ്ങനെ ഓടുമൊന്നും വേണ്ട, രാത്രിക്ക് സച്ചിൻ എൻ്റെ കൂടെ വേണമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ താൻ മറ്റൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കല്യാണ മണ്ഡപങ്ങളുടെ ഡെക്കറേഷൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പണം സമ്പാദിക്കാൻ പറ്റും. ആഴ്ച 2-3 വർക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്ക് സച്ചിക്കും അത് നല്ലൊരു ഐഡിയ ആണ് തോന്നുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ, എന്നാലും എന്ത് കാരണം കൊണ്ടായിരിക്കും ആൻറ്റി ചരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചത്, അത് കണ്ടുപിടിച്ചേ മതിയാവൂ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നേരം വരുമ്പോൾ തന്നെ രേവതി സച്ചിയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ. ആ ഒരു സമയം സച്ചി ചോദിക്കുന്നത്, രേവതി കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഴുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിയേട്ടൻ ഞാൻ വീഴിക്കുമോ, സച്ചിയേട്ടൻ അനങ്ങാതെ വാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ട് നടത്തിയതിന് ശേഷം സച്ചിയുടെ കണ്ണിലുള്ള തന്റെ കൈ മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി തന്റെ മുന്നിലുള്ള കാഴ്ച കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തന്നെ അതിശയത്തോടുകൂടി തന്നെ നോക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതി കല്യാണ മണ്ഡപങ്ങളുടെ ഡെക്കറേഷൻ വർക്ക് എടുത്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ സെറ്റ് ചെയ്തിട്ട് സച്ചിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നത്. സച്ചി പറയുന്നത് രേവതി അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇരുവരെ സന്തോഷം കാണുമ്പോൾ തന്നെ വർഷ കാര്യം തിരക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, വർഷം നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കല്യാണ മണ്ഡപങ്ങളുടെ ഡെക്കറേഷനാണ്, അതിൻ്റെ ചെറിയൊരു മോഡലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വർഷ പറയുന്നത്, എന്തായാലും രേവതി നല്ലൊരു ഐഡിയ തന്നെയാണ്, നമുക്ക് ഇതിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നത്, എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ വർഷയുടെ ഫോണിലേക്ക് അയച്ചു തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ മാത്രം ഫോട്ടോ എടുത്താൽ പോരാ, ഈ ഒരു ഡെക്കറേഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഓണറും അതുപോലെ ഡെക്കറേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ആളുകൾ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് രേവതി വേഗം റെഡി ആയിട്ട് വാ, പുതിയ സാരി ഉണ്ട് അത് എടുത്തോളം വർഷ പറയുമ്പോഴത്തേക്കും, അത് വേണോ വർഷ, അതുപോലെ പുതിയ സാരി ഒന്നും എനിക്കില്ല എന്ന് രേവതി മറുപടി പറയുമ്പോഴത്തേക്കും, അതിനിപ്പോൾ എന്താ വേഗം തന്നെ നമുക്ക് പോയി മേടിക്കാമെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. എന്നാൽ വാ മേടിക്കാം, ചിലവ് എൻ്റെ വക എന്നും വർഷ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ്. ശ്രുതി സത്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതിനെ കാണുമ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിയുടെ മുഖം എന്താ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്, ആകെ ഡ്രസ്സാണല്ലേ, ഞാൻ എന്തായാലും ആൻറ്റിക്ക് മസാജ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, വേണ്ട ശ്രുതി, നീ എനിക്ക് മസാജ് ചെയ്ത് തന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മരുമോളെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ എന്നെ വഴക്ക് പറയുമെന്ന് ഭാമ പറയുമ്പോഴത്തേക്കും, അങ്ങനെയൊന്നുമില്ല ആൻറ്റിക്ക് പെറുക്കാതെ പോയ മകളല്ലേ ഞാൻ, അതുകൊണ്ട് തന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആൻറ്റിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ശ്രുതി എന്ത് കാരണം കൊണ്ടാണ് ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചത് എന്നുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ ഭാമയുടെ കയ്യിൽ നിന്ന് അറിയാണ്. പെട്ടെന്ന് തന്നെ ഭാമ തൻ്റെ വായിൽ നിന്ന് ആ ഒരു രഹസ്യം പോയല്ലോ എന്നോർത്തുകൊണ്ട് ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ശ്രുതി നിന്റെ മറ്റാരോടും പറയരുത്, ചന്ദ്ര ആരോടും പറയരുത് എന്നോട് പറഞ്ഞതാണ്, നീ ആയിട്ട് എന്നെ ചതിക്കരുത് എന്നൊക്കെയാണ് ഭാമ പറയുമ്പോഴത്തേക്ക്, ഞാൻ ആൻറ്റിയെ ചതിക്കും, ആൻറ്റിയെ പോലെ നല്ല മനസ്സൊരാളെ ചതിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ശ്രുതി പറയുന്നത്. കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ല എങ്ങനെയൊക്കെ ചന്ദ്രാൻറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്ക്, വിശ്വസിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, വാ നിന്നെ തെളിവ് സഹിതം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലമാരയിലിരിക്കുന്ന പണം വരെ ഭാമ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം തന്നെ ശ്രുതിക്ക് ഭയങ്കര ഷോക്കാവണം കേട്ടോ. അതിനുശേഷം ശ്രുതി താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയോട് യാത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആൻറ്റിയുടെ അടുത്ത് നവീൻ വന്നതിന് ശേഷം, ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ, അവൾ പൈസ ആയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അവളിങ്ങനെ വെറുതെ വിട്ടതിന് ശരിയാവുകയില്ല, അവളോട് ഞാൻ പൈസ ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി ശ്രുതിനെ വിളിക്കുകയാണ്. ഈ ഒരു സമയത്ത് തൻ്റെ ഷോറൂമിലായിരിക്കും ശ്രുതി ഫോൺ എടുത്ത് ഉടനെ തന്നെ ആൻ്റണി പറയുന്നുണ്ട്, ശ്രുതി നീ എന്ത് പണി കാണിക്കുന്നത്, നവീൻ്റെ സ്ഥിതി ആകെ വഷളാണ്, അവൻ മിക്കവാറും ഇന്ന് തന്നെ മരണപ്പെടും, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ബോഡി ഞാൻ നിൻ്റെ വീടിന് മുന്നിൽ ഇട്ടതിന് ശേഷം ഞാൻ നാട് വിടുമെന്നൊക്കെ ആരോട് പറയുമ്പോഴത്തേക്ക്, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തായിട്ട് നിനക്ക് തോന്നി, ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്, നവീൻ്റെ സ്ഥിതി വളരെയധികം ഗുരുതരമാണ്, അതുകൊണ്ട് തന്നെ നീ ഇന്ന് തന്നെ 2 ലക്ഷം രൂപ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് തരണമെന്ന് ആരോട് പറയുമ്പോഴത്തേക്കും, തരാമെന്ന് മനസ്സിലോടുകൂടി തന്നെ ശ്രുതി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആൻ്റണി കോള് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിവരം അറിയുമ്പോഴത്തേക്കും നവീനും ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ എങ്ങനെ താനിനി പണം ഒപ്പിക്കുമെന്നുള്ളൊരാകെ ടെൻഷനിലാണ്. ആ ഒരു സമയത്താണ് ഭാമ തന്നെ കാണിച്ചു തരുന്ന ചന്ദ്രയുടെ 2 ലക്ഷം രൂപയുടെ കാര്യം ഓർക്കുന്നത് കേട്ടോ. അതെങ്ങനെയെങ്കിലും തൻ്റെ കൈക്കലാക്കിയതിന് ശേഷം ആ ഒരു പണം ആൻ്റണിക്ക് കൊടുക്കാമെന്നൊരു തീരുമാനം ശ്രുതി എടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഭാമയും ചന്ദ്രയും കൂടെ കൂടിയിട്ട് ഭാമയുടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് ഒന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാകട്ടെ പുതിയ സ്റ്റുഡൻ്റ് ആരെങ്കിലും വരുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ താൻ അവർ വരുന്ന സമയത്ത് താൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
കേട്ടോ. ഭാമ വാതിൽ ഓർക്കുന്ന സമയത്ത് ശ്രുതിനെ കാണുമ്പോഴത്തേക്ക് ചന്ദ്ര നീ പ്രതീക്ഷിക്കുന്ന ആരുമല്ല, ശ്രുതിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓ ശ്രുതിയാണോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ശ്രുതിയുടെ നേരത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ ഈ ഒരു പണം എങ്ങനെയാലും കൈക്കലാക്കണം എന്നൊരു മൈൻഡോട് കൂടി തന്നെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.